ഇന്ന് എങ്ങനെ ശബരിമലയിൽ വിർച്വൽ ക്യൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിളിലേക്ക് വരിക. ഗൂഗിളിലേക്ക് വന്നിട്ട് ശബരിമല വിർച്വൽ ക്യൂ ബുക്കിംഗ് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ശബരിമല ഓൺലൈൻ ബുക്കിങ്ങോ അല്ലെങ്കിൽ ശബരിമല എന്ന് പറഞ്ഞ് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ്സ് ആയിരിക്കും പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ശബരിമല ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറയുന്ന ശബരിമല ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് എപ്പോഴും ഇങ്ങനെ വരണമെന്നില്ല. കാരണം ഒരുപാട് ഫേക്ക് വെബ്സൈറ്റ്സ് ഒക്കെ നമ്മുടെ ഇൻ്റർനെറ്റിലുണ്ട്. അതുകൊണ്ട് കറക്റ്റ് നോക്കി ഗവൺമെൻറ് ഓഫ് കേരളയുടെയും ശബരിമലയുടെ വെബ്സൈറ്റ് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ശബരിമല ഓൺലൈൻ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്ന സമയത്ത് മൊബൈലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മൊബൈൽ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾക്ക് അതുവഴിയും ബുക്ക് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും വരുന്നത്. ഇവിടെ മെയിൽ ഐഡി അല്ലെങ്കിൽ ഫോൺ നമ്പർ അല്ലെങ്കിൽ പാസ്വേഡ് ഇത് ലോഗിൻ പേജാണ്. അതായത് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജാണ്. ഇവിടെ പുതിയ യൂസർ ആണെങ്കിൽ ഈ ഒരു രജിസ്റ്റർ എന്ന് പറയുന്ന ഇതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാൻ ചോദിക്കും. ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് എപ്പോഴും 1 MB താഴെയുള്ള ഫോട്ടോ ആവാൻ ശ്രദ്ധിക്കുക. 1 MB കൂടുതലുള്ള ഫോട്ടോ ഇവിടെ എടുക്കത്തില്ല. അപ്പോൾ 1 MB താഴെയുള്ള ഫോട്ടോ ഇതിൽ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സെൽഫി എടുത്താലും ഇതിൽ ആഡ് ചെയ്യാം. അല്ലാതെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ഒരു സെൽഫി ആണെങ്കിലും മതി. പക്ഷേ ഇന്നത്തെ കാലത്ത് പല മൊബൈലുകളിലും ക്യാമറയുടെ ക്വാളിറ്റി നല്ലതായതുകൊണ്ട് എടുക്കുന്ന ഫോട്ടോ 10 MB 20 MB അത്രയൊക്കെ ആവാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ഫോട്ടോയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സൈസ് കുറഞ്ഞ് കിട്ടും. എന്നിട്ടും നിങ്ങളിത് സൈസ് കുറയുന്നില്ല 3 MB 4 MB ഒക്കെയാണ് ഉള്ളതെങ്കിൽ ഗൂഗിളിൽ തന്നെ നോക്കിയിട്ട് നിങ്ങളുടെ ഈ ഒരു ഫോട്ടോയെ ലോ ക്വാളിറ്റി അല്ലെങ്കിൽ ലെസ് സൈസിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാവുന്ന കൺവേർട്ടറുണ്ട്. അല്ലെങ്കിൽ പല ആൾക്കാരുടെയും മൊബൈലെന്ന് പറയുന്നത് HEIC എന്ന് പറയുന്ന ഹൈ ക്വാളിറ്റി ഫോർമാറ്റിലൊക്കെ ആയിരിക്കും ഫോട്ടോ സേവ് ചെയ്യാവുന്നത്. അപ്പോൾ അങ്ങനെ സേവ് ആവുന്ന ഫോട്ടോയെ JPJ ഓർ JPEJ എന്ന് പറയുന്ന ഫോർമാറ്റ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. JPJ, JPEJ, PNG എന്നൊക്കെ പറയുന്ന ആ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് 1 MB താഴെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്യാം. പോരാഞ്ഞിട്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതിനുശേഷം അഡ്രസ്സ്, കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, അതോടൊപ്പം ID പ്രൂഫ്, ആധാർ, വോട്ടർ ID, പാസ്പോർട്ട് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് മതി. അത് സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യേണ്ടി വരും. ഇവിടെ ഫോട്ടോ ID നമ്പർ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇമെയിൽ ID, പാസ്വേഡ് എല്ലാം കൊടുത്ത് എഗ്രി കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ശബരിമലയുടെ ഇതിലേക്ക്, അതായത് ഈ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമല ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ്. അതായത് നേരത്തെ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് കൊടുക്കുക, പാസ്വേഡും കൊടുക്കുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. വെൽക്കം. ഇവിടെ ഡാഷ്ബോർഡായിട്ട് വിർച്വൽ ക്യൂ, കാണിക്ക, അക്കോമഡേഷൻ, ഗോൾഡ് ലോക്കറ്റ്സ്, പിൽഗ്രിമിലെ ഗൈഡ്, ബസ് ബുക്കിംഗ് ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വിർച്വൽ ക്യൂ ആണ് ആദ്യം ബുക്ക് ചെയ്യാനുള്ളത്. ഈ ഒരു വിർച്വൽ ക്യൂ സെക്ഷനിലേക്ക് പോവാം. ഈ ഒരു വിർച്വൽ ക്യൂ സെക്ഷനിലേക്ക് പോയിട്ട് ഇവിടെ ഫസ്റ്റ് ഡേറ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പച്ച കളറിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഡേറ്റ്സിലാണ് ശബരിമലയുടെ നട തുറക്കുന്ന ദിവസങ്ങൾ. ബാക്കി ദിവസങ്ങളിലൊന്നും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനോ സെലക്ട് ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പച്ച കളറിലുള്ള ഡേയ്സ്, അതായത് പച്ച കളറിലുള്ള ദിവസങ്ങൾ, അതായത് ഈ ഒരു മാസം ജൂലൈ 29, 30 ശബരിമല നട തുറക്കുന്നുണ്ട്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നിറപുത്തരിയായിട്ട് ബന്ധപ്പെട്ട് തുറക്കുന്നതാണ് 29, 30. അത് കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റിലുള്ളത് ഒന്നും അവർ കൊടുത്തിട്ടില്ല. അത് വരും. ഓഗസ്റ്റ് മലയാള മാസം 1 അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ചടങ്ങുകൾ ശബരിമലയിൽ ഉണ്ടെങ്കിൽ ആ ഒരു മാസം നട തുറക്കും. ഇപ്പോൾ ഈ മാസം ശബരിമല 2 തവണ നേരത്തെ തുറന്നായിരുന്നു. ഇനിയിപ്പം 3ാമത് തവണയാണ് തുറക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടത് ശബരിമല ആദ്യം തുറന്നപ്പോഴാണ്. ഒരു 4 5 ആ ഒരു സമയം. ആ ഒരു ടൈം എന്ന് പറയുന്നത് ശബരിമലയുടെ നവഗ്രഹ പൂജയായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ടൈമായിരുന്നു. അതിനുശേഷം മലയാള മാസം 1 വന്നു. ആ ഒരു സമയത്ത് ഒരു 5 ദിവസം നട തുറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ 29, 30 നട തുറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഓരോ മാസം തുടക്കമാവുമ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കലണ്ടറിൽ നോക്കി മലയാള മാസം 1 എപ്പോഴാണ് വരുന്നതെന്ന് നോക്കിയിട്ട് നേരത്തെ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ ഡേറ്റ് 29 സെലക്ട് ചെയ്തു. ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് സെലക്ട് റൂട്ടാണ് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ പമ്പ വഴിയാണ് നമ്മൾ, ആ ഒരു റൂട്ടേ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. പമ്പ മരക്കൂട്ടം 4 കിലോമീറ്റർ. ഓക്കെ, നമ്മൾ ആ ഒരു റൂട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അവൈലബിൾ സ്ലോട്ടാണ് നോക്കുന്നത്. ആ സ്ലോട്ടിൽ എത്ര അവൈലബിലിറ്റി ഉണ്ടെന്ന് ഇവിടെ കാണിക്കാറുണ്ട്.
അതായത് സമയമെന്ന് പറയുന്നത് 24 ഹവേഴ്സിൻ്റെ ഫോർമാറ്റിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിപ്പോൾ വൈകുന്നേരത്തെ സമയമാണ്. ഇപ്പം നമ്മൾ ഈ ഡേറ്റ് ചേഞ്ച് ചെയ്ത് ഞാൻ 30-ാം തീയതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ തൊട്ടുള്ള ഇത് വരും. അതായത് രാവിലെ തൊട്ടുള്ള ടൈം സ്ലോട്ട്സ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും. ഇതിനേക്കാളും കൂടുതലായിരിക്കും മണ്ഡല മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം സ്ലോട്ട് കിട്ടുന്നത്. ഇപ്പോൾ 29-ാം തീയതി നട തുറക്കുന്നുണ്ട്. 29-ാം തീയതി വൈകുന്നേരങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്യുമ്പോൾ ഈ സെലക്ട് റൂട്ട്, ഡേറ്റ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണം. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ആ ഒരു ടൈം സ്ലോട്ട് ഏതാണെന്ന് നോക്കുക. ടൈം സ്ലോട്ട് നോക്കിയിട്ട് ആ ഒരു ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ അത് ഓറഞ്ച് കളറിലേക്ക് മാറും. എന്നിട്ട് നമുക്ക് ഓർ അതേഴ്സ് നമ്മൾ ആണ് പോകുന്നതെങ്കിൽ സെൽഫ് എന്ന് കൊടുക്കുക. അതായത് ഞാനാണ് പോകുന്നതെങ്കിൽ സെൽഫ് എന്ന് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ തെളിഞ്ഞു വരും. കാരണം ഓൾറെഡി ഞാൻ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അതേഴ്സ് ആണെങ്കിൽ ഇവിടെ ആഡ് പിൽഗ്രിം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യണം. നമ്മുടെ കൂടെ ആരാണോ വരുന്നത് അവരുടെ ഫുൾ ഡീറ്റെയിൽസും ഇവിടെ എൻ്റർ ചെയ്യണം. അവരുടെ ഐഡി കാർഡ്, ഫോട്ടോ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്താൽ മാത്രമേ ഇവിടെ ഇത് ആഡ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പിൽഗ്രിം ആഡ് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് 5 പിൽഗ്രിമിനെ വരെ മാത്രമേ ഒരാൾക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 5 പേരെ മാത്രമേ ശബരിമലയിൽ ഒറ്റ വിർച്വൽ ക്യൂവിൽ ഇതിൽ ആഡ് ചെയ്ത് ഒറ്റ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ വ്യക്തികളും സെപ്പറേറ്റ് അക്കൗണ്ട് തുടങ്ങിയാലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കാരണം സെപ്പറേറ്റ് തുടങ്ങിയാൽ ഇവിടെ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പോൾ അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം ഡേറ്റും കാര്യങ്ങളും റൂട്ടും എല്ലാം സെലക്ട് ചെയ്തിട്ട് ആഡ് ടു വിഷ് ലിസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ സെൽഫ് കൊടുത്തു, സെലക്ട് ഡേ സെലക്ട് ഡേറ്റ് കൊടുത്തു, സെലക്ട് റൂട്ട് കൊടുത്തു, സെലക്ട് ടൈമും കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ പ്രസാദം വാങ്ങിക്കുന്ന ഒരു ലിസ്റ്റാണ്. ഇവിടുന്ന് ഞാൻ അങ്ങനെ പ്രസാദം വാങ്ങിക്കാറില്ല. ഞാൻ അവിടെ ചെന്നിട്ടാണ് വാങ്ങിക്കാറ്. ഇവിടെ എല്ലാം അവൈലബിലിറ്റി വളരെ കുറവാണ്. എന്ന് വെച്ചാൽ യൂണിറ്റ്സുകൾ 1 ഒക്കെയാണ് അവൈലബിൾ. അരവണ മാത്രം 2 എണ്ണം അവൈലബിൾ. ബാക്കിയെല്ലാം 1 വച്ചിട്ടായിരിക്കും അവൈലബിൾ വരുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാം. ഇത് കൊടുത്തിട്ട് അവിടെ സന്നിധാനത്ത് ചെന്നിട്ട് ഈ ഒരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് അവർ പ്രസാദം തരും. അപ്പോൾ അങ്ങനെ പ്രസാദം സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എമൗണ്ട് കാണിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു അരവണ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് എമൗണ്ട് പേ ചെയ്യാനുള്ള 100 രൂപയായിട്ട് കാണിക്കും. അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ആഡ് ടു വിഷ് ലിസ്റ്റ് കൊടുത്താൽ മതി. എനിക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് എനിക്കിന്നത് വർക്കാവത്തില്ല. അപ്പോൾ ഇവിടെ ആഡ് ടു വിഷ് ലിസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും അവർ ഒന്നുകൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ട് ചെക്കൗട്ട് അല്ലെങ്കിൽ കൺഫേം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങളത് ഓക്കെ കൊടുത്താൽ മതി. അങ്ങനെ ഓക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് അവരൊരു വിർച്വൽ ക്യൂ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് തരും. ആ ഒരു ടിക്കറ്റ് നിങ്ങളുടെ ഫോണിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക ചെയ്താൽ മതി. എന്നിട്ട് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ചെന്നിട്ട് വിർച്വൽ ക്യൂവിൻ്റെ ആ ഒരു സെക്ഷനിൽ ഫോണിൽ തന്നെ കാണിച്ചാൽ മതി. പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പോയ ഇത്രയും ടൈമിൽ അങ്ങനെയാണ്. എനിക്കിതുവരെ അവർ പേപ്പറോ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇനി മണ്ഡലകാലത്തിൽ ചിലപ്പോൾ എളുപ്പമാക്കാനായിട്ട് പേപ്പർ ചോദിക്കുകയോ ഇല്ലെന്ന് എനിക്കറിയില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ എന്തായാലും നോക്കി ഈ ഒരു വെബ്സൈറ്റൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോയാൽ മതി. എനിക്കിതുവരെ പേപ്പറിലൊന്നും എടുത്ത് ചോദിച്ചിട്ടില്ല. ഞാൻ ഫോണിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായിട്ട്. വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് ബസ് ബുക്കിങ്ങിന് ജസ്റ്റ് ബാക്കിലോട്ട് വന്നിട്ട് ഈ ഒരു ബസ് ബുക്കിംഗ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് വന്നാൽ മതി. അപ്പോൾ ഓൺലൈൻ KSRTC Swift.com തന്നെ അത് ചെന്നെത്തും. ഈ ഒരു ബസ് ബുക്കിങ്ങിൻ്റെ സൈറ്റ് വന്നിട്ട് ലോഗിൻ ഓർ സൈൻ അപ്പ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ആ ഡീറ്റെയിൽസ് സൈൻ ചെയ്യണം. എന്നിട്ട് വേണം ബസ് ബുക്ക് ചെയ്യാൻ. അല്ല ആദ്യമേ കയറി ബസ് ബുക്ക് ചെയ്യാനുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞ് ലാസ്റ്റ് ലോഗിൻ ചെയ്തൊക്കെ വരുമ്പോൾ പാടായിരിക്കും. അപ്പോൾ ആദ്യമേ ഇവിടെ വന്നിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ട്രിവാൻഡ്രം ടു പമ്പ കൊടുക്കുക. PAMBA ഓക്കെ. പമ്പ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇഷ്ടമുള്ള ഡേറ്റ്, അതായത് ഇഷ്ടമുള്ള ഡേറ്റ് മീൻസ് ശബരിമല ഓപ്പൺ ആയിരിക്കുന്ന ഡേറ്റ് നിങ്ങൾ കൊടുക്കുക. മിക്ക ദിവസങ്ങളിലും ഈ പമ്പ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 8:30ക്ക് പമ്പ ബസ്സുണ്ട്. അപ്പോൾ സെർച്ച് ബസ് ഞാൻ 30-ാം തീയതിയാണ് കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് ബസ് ഉണ്ടോ ഇല്ലയോ നോക്കാം. ബസ്സുണ്ട്. രാവിലെ 8 മണിക്കാണ് ഈ ഒരു ബസ് തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്നത്. ഇത് 13:30-ന് പമ്പയിലെത്തും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ടിക്കറ്റിൻ്റെ വില 231 രൂപ. നിങ്ങൾക്കിവിടെ സീറ്റ് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീറ്റ് വിൻഡോ സീറ്റ് വേണോ അതോ അല്ലാതെ സൈഡ് സീറ്റ് വേണോ ഏത് വേണോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിങ്ങനെ സെലക്ട് ചെയ്താണ് പോവാറ്. ഞാൻ അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാറില്ല. ഞാനിങ്ങനെ KSRTCയുടെ സ്വിഫ്റ്റ് വെബ്സൈറ്റിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ മണ്ഡലകാലത്തും മലയാള മാസം 1-ാം തീയതി ആ ഒരു സമയത്തും നട തുറക്കുന്നതനുബന്ധിച്ച് രാത്രി കാലങ്ങളിൽ ബസ് ഉണ്ടാവാറുണ്ട്. 9:30, 9, 10, 10:30ക്കൊക്കെ. അല്ലാത്ത സമയങ്ങളിൽ രാവിലെ ഒറ്റ സർവീസ് മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ തിരിച്ചു വരാനായിട്ട് നിങ്ങൾക്ക് പമ്പയിലെ ബസ് സ്റ്റാൻഡിൽ നോക്കുക. അവിടുന്ന് പമ്പയുടെ ബസ് സ്റ്റാൻഡിൽ ചോദിച്ചാൽ മതി. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഡയറക്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല തിരിച്ച്. അതെപ്പോഴും കാണാനുള്ള ചാൻസ് കുറവാണ്.
നിങ്ങൾ വേറെ കോട്ടയത്തോ ചെങ്ങന്നൂരോ പോയി ഇറങ്ങിയിട്ട് വേണം വരേണ്ടി വരുന്നത്. കാരണം എപ്പോഴും ഡയറക്റ്റ് ഇല്ല. തിരക്ക് കുറവായതുകൊണ്ട് ഈ ദിവസങ്ങളിൽ. അല്ലെങ്കിൽ ഈ ഒരു ബസ് കയറുമ്പോൾ തന്നെ അവരോട് ചോദിക്കുക തിരിച്ച് എപ്പോഴാണ് തിരുവനന്തപുരം ഡയറക്റ്റ് സർവീസ് ഉള്ളത്. എന്നിട്ട് ആ ഒരു ടൈം നോക്കി നിങ്ങൾ തിരിച്ചിറങ്ങിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ബസ് ബുക്ക് ചെയ്യാവുന്നതും വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതും. ഇനി അക്കോമഡേഷൻ മിക്ക സമയങ്ങളിലും ഇവിടെ കാണാറില്ല. കാരണം ഈ ഒരു വെബ്സൈറ്റേ മിക്ക സമയങ്ങളിലും വർക്ക് ആവാറില്ല. ഞാൻ മിക്കപ്പോഴും നോക്കാറുണ്ട്. എനിക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ലൊക്കേഷൻ വരുന്നില്ല. ഇനി മണ്ഡലകാലത്ത് മാത്രമേ ഇത് വരുവുള്ളൂ എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ മലയാള മാസം ചിലപ്പോൾ ഓണൊക്കെ വരിക്കും. എനിക്ക് ഇത് മിക്ക സമയങ്ങളിലും ഇത് വർക്ക് ആവാറില്ല ഈ ഒരു അക്കോമഡേഷൻ. ഞാനങ്ങനെ നോക്കിയിട്ടുമില്ല. അപ്പോൾ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ടൈമിൽ വർക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ നോക്കി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി കാണിക്കുക നിങ്ങൾക്ക് ഡയറക്റ്റ് ഇടുന്നതായിരിക്കും ബെറ്റർ. ഇതുവഴി നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഗോൾഡ് ലോക്കറ്റ്സ് വേണമെന്നുള്ളവർക്ക് ഇതുവഴി ബുക്ക് ചെയ്യാം. 2 ഗ്രാം, 4 ഗ്രാം, 8 ഗ്രാം ഗോൾഡ് ലോക്കറ്റ്സ് കിട്ടുന്നുണ്ട്. ഒരാൾക്ക് 2 എണ്ണം മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ റെസിപ്റ്റ് നിങ്ങൾ ഹാർഡ് കോപ്പി ആയിട്ട് കൊണ്ടുപോകേണ്ടി വരും. ഫോണിൽ മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഹാർഡ് കോപ്പി കൊണ്ടുപോകേണ്ടി വരും. സന്നിധാനത്ത് നിന്ന് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. 2000 രൂപ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റും ചെയ്യേണ്ടി വരും. അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്താലേ അവരത് ഓക്കെ ആക്കത്തുള്ളൂ. പിന്നെ ഇത് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% എമൗണ്ട് അവർ പിടിച്ചിട്ട് ബാക്കിയേ തരത്തുള്ളൂ. ബാക്കി റിമൈനിങ് എമൗണ്ട് 30 ദിവസം കഴിഞ്ഞിട്ടേ തരത്തുള്ളൂ. അപ്പോൾ ബുക്ക് ചെയ്യണം എന്നുള്ളവർ ഇതൊക്കെ നോക്കി ശ്രദ്ധിച്ച് വേണം ബുക്ക് ചെയ്യാൻ. പിന്നെ ലോക്കറ്റ്സ് ഡെലിവേർഡ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണ്. കാരണം ഡിസ്ട്രിബ്യൂഷൻ അമ്പലം തുറക്കുന്ന സമയത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അമ്പലം തുറക്കുന്ന ടെമ്പിൾ കലണ്ടറിലൊക്കെ പോയി നോക്കാനാണ് ഇവർ പറയുന്നത്. പിന്നെ ലോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ആധാർ കാർഡ് കാണിക്കണം, പാൻ കാർഡ് കാണിക്കേണ്ടി വരും. അതൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് ഈ ഒരു ലോക്കറ്റ് തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ട് ഒന്നും അവർ തരത്തില്ല. നോ റീഫണ്ട് വിൽ ബി പ്രൊവൈഡഡ് ഇൻ കേസ് ദ പിൽഗ്രിം ഈസ് അൺഎബിൾ ടു ടേക്ക് ദ ഡെലിവറി ഓഫ് ലോക്കറ്റ് വിത്ത് 60 ഡേയ്സ് ഓഫ് ബുക്കിംഗ്. അതും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബുക്ക്ഡ് ഗോൾഡ് ലോക്കറ്റ് 14 ഏപ്രിൽ 2025 മുതലാണ് തുടങ്ങുന്നതെന്നും പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഗോൾഡ് ലോക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാനുള്ളത്. ഇനി ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വരുന്നത്, വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഒരിക്കൽ നിങ്ങളൊരു യൂസർ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഓർമ്മിച്ച് വെക്കുക. യൂസർ നെയിം മെയിൽ ഓർ മൊബൈൽ നമ്പർ, അത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയ ഒരു മെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. പാസ്വേഡ് മറക്കാതിരുന്നാൽ മതി. അഥവാ മറന്നാലും ഫോർഗെറ്റ് പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾക്കത് തിരിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയും എളുപ്പമാണ് ശബരിമലയിലേക്ക് വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ സ്വാമി ശരണം, എല്ലാവരും ബുക്ക് ചെയ്യുക. ശബരിമലയിലേക്ക് വരാനുള്ളവർ എല്ലാവരും ശബരിമലയിൽ പോവുക, അയ്യപ്പനെ കാണുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.